ഡോക്ടർ പ്രേംകുമാറിലേക്ക് വരുമ്പോൾ ഈ മേഖലയിൽ വന്നിട്ടുള്ള ചില സോഷ്യൽ മീഡിയ പരാമർശങ്ങളോ പോസ്റ്ററുകളോ ഒക്കെ ഒന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. താങ്കൾ സ്വരാജിൻ്റെ FB പോസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതേസമയം തന്നെ നമ്മൾ ഇടക്കാലത്ത് ഈ മുസ്ലിം ലീഗിലെ അവരുടെ MSFലെ വനിതാ നേതാക്കളുമായി ബന്ധപ്പെട്ടൊക്കെ ലീഗുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒരുപാട് വിവാദ രാഷ്ട്രീയ വാർത്തകളൊക്കെ വന്നൊരു കാലത്ത് ശ്രദ്ധയിൽപ്പെട്ട വളരെ പ്രമുഖമായ ആളുകളൊക്കെ അന്ന് ചർച്ച ചെയ്ത ഒരു വനിതാ നേതാവിൻ്റെ ഒരു പോസ്റ്റ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശക്തമായ വിമർശന നിരീക്ഷണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. വാപ്പൂട്ടിക്ക സംഘാവിൻ്റെ വാ പൂട്ടി എന്നാണ്. സംഘാവ് എന്നെഴുതിയിരിക്കുന്നതിനകത്തെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാവും. വാപ്പൂട്ടിക്ക എന്നാണ് ഉദ്ദേശിച്ചത് ആര്യാടൻ ഷൗക്കത്ത്. സംഘാവിൻ്റെ വാപൂട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ശശികലയുടെ സന്തോഷം ഈ ഇന്ത്യ വിഷൻ്റെ ക്ഷമിക്കണം മീഡിയ വണ്ണിൻ്റെ ജമാഅത്തെ ഇസ്ലാമി ചാനലിൻ്റെ ആ പോസ്റ്ററിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന സോഷ്യൽ മീഡിയ ഇടത് ഹിന്ദുത്വയ്ക്ക് ഏറ്റ തിരിച്ചടി എന്ന് ജമാഅത്തെ ഇസ്ലാമി ചാനൽ പറയുമ്പോൾ അത് മുമ്പ് ശൈൽകുമാർ പറഞ്ഞ പോലെ പ്രേംകുമാർ ഒരു പുതിയ പ്രയോഗം കേരളത്തിലേക്ക് ഇറക്കി വിട്ടു നോക്കലാണ് ഇടത് ഹിന്ദുത്വ എന്ന നിലയിൽ ഒരു ചാനൽ പറയുന്ന സാഹചര്യം. അതുപോലെ തന്നെ SDP ഒരു സംസ്ഥാന പ്രവർത്തക സമിതി അംഗത്തിൻ്റെ FB പോസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. ഞങ്ങൾ വോട്ട് മറിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അതിനു മുമ്പ് വന്നിരുന്നു. മോഹൻ ജോർജ് എന്ന BJP സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽ ഉണ്ട് എന്നതുകൂടി. ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടാം. ഇതേ ജമാഅത്തെ ഇസ്ലാമി ചാനലിൻ്റെ ഒരു പോസ്റ്റർ 23-ാം തീയതി വന്നു. അത് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതായി എഴുതിയിരിക്കുന്നത് UDFനെ ജയിപ്പിച്ചത് വർഗീയവാദികളും തീവ്രവാദികളും, LDFന് കിട്ടിയത് മതനിരപേക്ഷ വോട്ടുകൾ. ആ പ്രയോഗം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. UDFനെ ജയിപ്പിച്ചത് വർഗീയവാദികളും തീവ്രവാദികളും. ആ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ എന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആ രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയത് ഇതേ നിലയിലല്ല എന്നത് കേട്ടവർക്കൊക്കെ അറിയാം. പക്ഷേ അതിനെ ചുരുക്കി കാച്ചി കുറുക്കി എടുത്തു വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളതാണ് ഞാൻ താങ്കളുടെ കൂടി നിരീക്ഷണത്തിലേക്കായി ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞു, ജനങ്ങളെയാണ് വർഗീയവാദികളെന്ന് വിളിക്കുന്നതെന്ന ബോധം വേണം എന്ന് പ്രതിപക്ഷ നേതാവിനൊരു രാഷ്ട്രീയം അതിൽ രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു പരിസരം രൂപപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന കുറേയേറെ കാര്യങ്ങൾ അവഗണിച്ച് കളയേണ്ടതല്ല. കേരളത്തിൻ്റെ ഒരു സെക്യുലർ ഫാബ്രിക്കിനെ എങ്ങനെയൊക്കെ ഇടപെട്ട് ആഘാതമേൽപ്പിക്കാം എന്ന തരത്തിൽ വലിയ പ്രവർത്തനം നടന്നു വരുന്നു എന്നുകൂടി കണ്ട് ചർച്ച ചെയ്യേണ്ടതല്ലേ, പരിശോധിക്കേണ്ടതല്ലേ പ്രേംകുമാർ? ശരത്ത്, സാധാരണ കേരളത്തില് LDFും UDFും തമ്മിൽ ഇലക്ഷനിൽ നേരിട്ട് മത്സരിക്കും. ഏതെങ്കിലും ഒരാൾ ജയിക്കും, ഒരാൾ പരാജയപ്പെടും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു എന്താ പറയാ പരാജയത്തിന്റെ ഷോക്കിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പലപ്പോഴും പറയുന്നതാണ് വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ടാണ്, BJPയുടെ വോട്ട് വാങ്ങിച്ചിട്ടാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചിട്ടാണെന്നൊക്കെ ഉള്ളത്. ഇടതുപക്ഷവും ആ തൊടു ന്യായം പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ന്യായം പറയുന്ന പതിവ് രീതി അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിലമ്പൂരിലെ കേസിൽ ഇത് വളരെ ഡിഫറെന്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ LDFും UDFും തമ്മിലാണ് ഫൈറ്റ് നടന്നിട്ടുള്ളത്. BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കുറച്ച് പൈസയാണ്, കെട്ടിവെച്ച പൈസ പോയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച BJPയിലേക്ക് വന്നിട്ട് കാൻഡിഡേറ്റ് ആയ ആള് തന്നെയാണ് പറയുന്നത് BJPക്കാർ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല, ആര്യാടൻ ഷൗക്കത്തിനാണ് വോട്ട് ചെയ്തതെന്നുള്ളത്. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അയാൾ പറഞ്ഞത് ശരിയാണ്, കഴിഞ്ഞ തവണ BJP കിട്ടിയ വോട്ട് പോലും ഇല്ല. പക്ഷേ സ്വരാജ് പരാജയപ്പെട്ടതിൽ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചതിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത് UDFന്റെ ഒഫീഷ്യൽ UDF പാർട്ടികളെക്കാൾ കൂടുതൽ, കോൺഗ്രസ് ലീഗ് പാർട്ടികളെക്കാൾ കൂടുതൽ അത് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരും അതേപോലെ സംഘപരിവാറിന്റെ ആളുകളാണ്. ഒരു തേർഡ് റേറ്റ് നിരീക്ഷകൻ 34 പോസ്റ്റുകൾ എങ്ങാണ്ടാണ് സ്വരാജിനെ കളിയാക്കാൻ മാത്രമായി ഇട്ടിട്ടുള്ളത്. സ്വന്തം സംഘടനയിൽ ശബ്ദിക്കാൻ അവസരം കിട്ടാത്ത, സ്വന്തം സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയുടെ അഖിലേന്ത്യാ നേതാവിനെതിരെ സ്ത്രീ പീഡനത്തിന് പരാതി കൊടുത്തിട്ട് ആ പരാതി ഒത്തുതീർപ്പാക്കേണ്ടി വന്ന അങ്ങനെ ഒരു പരാതി കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ അതിന്റെ പ്രതികരണമായിട്ട് അവരുടെ സംഘടനയെ തന്നെ പിരിച്ചുവിട്ട അങ്ങനത്തെ ഒരു ധീര വനിത, ഒരു വനിതാ രൂപിണി എന്ന് പറയാം, സ്ത്രീ രൂപിയായിട്ടുള്ള ഒരു കഥാപാത്രം സ്വരാജിനെ സംഘാവ് എന്നാ വിളിക്കുന്നത്. അതിലും രസം, സന്ദീപ് വാര്യർ കോൺഗ്രസ് ആയി എന്നാ നമ്മൾ വിചാരിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുന്നുണ്ടായിരുന്നു, BJPയുടെ ഒരു പ്രതിനിധിയുണ്ട്, സന്ദീപ് വാര്യരുണ്ട്, 2 RSSകാരോടാണ് ഞാൻ സംസാരിക്കേണ്ടി വരുന്നത് എന്നുള്ളത്. ബാബറി മസ്ജിദ് വിഷയത്തിൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഏകപക്ഷീയമായ വിധിയെ വിമർശിച്ചുകൊണ്ട് സ്വരാജ് നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിനെ ട്രോളിക്കൊണ്ട് പോസ്റ്റ് ഇടുന്നത് അദ്ദേഹം മറന്നു പോവാണ് ഞാനിപ്പോ കോൺഗ്രസ് ആണ് എന്നുള്ളത്. മാത്രമല്ല അത് ട്രോളും അല്ല, സത്യവുമാണ്.
ഈ സത്യാനന്തര കാലത്ത് ഇങ്ങനെയല്ലാതെ മറ്റൊരു ഫലം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ സത്യാനന്തര കാലത്ത് കള്ളം പറഞ്ഞാണ് ഷൗക്കത്ത് ജയിച്ചതെന്നാ പറയുന്നത്. ഉള്ളിലുള്ള RSSന്റെ ആളാ പുറത്തു വരുന്നത്. ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളുടെ ഭയങ്കരമായ ആഘോഷങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് പറയുന്നത് ഞാൻ പലതവണ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ അല്ല, ദാവൂദ് അല്ല പറയുന്നത്. അത് പറയുന്നത് VD സതീശനാണ്. VD സതീശൻ അല്ലല്ലോ പറയേണ്ടത്. ഇന്ന് ഡോക്ടർ MK മുനീറിന്റെ സംഘപരിവാറിനെ പറ്റി പുസ്തകം എഴുതിയിട്ടുള്ള MK മുനീറിന്റെ പ്രസ്താവന വരുന്നു, ജമാഅത്തെ ഇസ്ലാമി UDFന്റെ സഖ്യകക്ഷിയൊന്നല്ല, അവര് മതരാഷ്ട്രവാദികൾ തന്നെയാണെന്ന്. മലപ്പുറത്ത് ഏറ്റവും സെക്യുലറായ നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു, കോൺഗ്രസ്സുകാരനായിരുന്നു ആര്യാടൻ മുഹമ്മദ്. തങ്ങൾ എന്നുള്ള പേര് വിളിക്കുമായിരുന്നില്ല ആര്യാടൻ മുഹമ്മദ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമായിരുന്നു. ആ ആര്യാടൻ എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആലയെ കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ് തന്റെ വിജയം. അത് സങ്കടമുള്ള കാര്യമാണ്.